ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്. തഹസിൽദാരും കെട്ടിയവനോട് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ബാലനകത്തേക്ക് കയറി വന്നതാണ്. ബാലൻ പെട്ടെന്നൊന്ന് കുഴഞ്ഞ് വീഴാൻ പോകുന്ന പോലെ പോയി സോഫയിലേക്ക് അവനെ പിടിച്ചിരുത്തി. വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അനുവിനോട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഗോപതിയാണെങ്കിൽ കരച്ചിൽ, ബാലേട്ടാ എന്താ ബാലേട്ടാ ഇതെന്ന് ചോദിച്ച് അച്ഛന് വെള്ളം കൊണ്ട് കൊടുക്കുക. അളിയെ നമുക്ക് ആശുപത്രി പോകാമെന്നും പറഞ്ഞിട്ട് ധർമ്മനും ഗോമതിയൊക്കെ കൂടിയിട്ട് എന്നാൽ വെള്ളം കുടിക്കുക. അങ്ങനെ അനുജ് വെള്ളം കൊടുക്കുകയാണ്. ബാലൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. മീനാക്ഷി ആണെങ്കിൽ മാറി നിന്നിട്ട് കരയാണ്. മീനാക്ഷി ഇതൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ട് കരയാട്ടോ. അപ്പോഴേക്കും ആകാശം നിന്നിട്ട് മീനാക്ഷി കരയല്ലേ. അപ്പോഴേക്കും ഗോമതി നിന്നിട്ട് അവളോട് കരയരുതെന്നോ, ഞങ്ങളിവിടെ കിടന്ന് കരയുന്നത് ഞങ്ങളുടെ കണ്ണീരൊന്നും നീ കാണുന്നില്ലേടാ എന്നും പറഞ്ഞിട്ട് തുള്ളുക. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, ഗോമതി എന്താ ഇത്? ബാലേട്ടാ നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം. വേണ്ട ഗോമതി, ഒന്നും വേണ്ട, ഞാൻ കടയിലേക്കൊന്ന് പോവാം. വേണ്ട, ഇപ്പം അങ്ങോട്ടേക്ക് പോകണോ അളിയാ? എനിക്ക് പോകണം. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം എനിക്ക് കടയിൽ ചെന്നിരിക്കണം. ഗോമതി സ്റ്റോഴ്സിൽ എൻ്റെ കസേരയിൽ ചെന്നിരുന്ന എൻ്റെ എല്ലാ ക്ഷീണവും മാറും. അപ്പോൾ ധർമ്മം പറഞ്ഞു, ഞാനും വരാളിയാ. വേണ്ട വേണ്ട വേണ്ട, ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അപ്പോൾ അതിന് ഞാൻ സമ്മതിക്കില്ല, ഇവരും കൂടെ വരും. വേണ്ട, ആരും വേണ്ട എന്നും പറഞ്ഞിട്ട് ബാലൻ തൻ്റെ ബാഗും എടുത്ത് ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങാം. ആ വാതൊക്കെ ചെന്ന് നിന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പം ഗോമതി ബാലേട്ടാന്നും പറഞ്ഞ് ഓടിച്ചില്ല. നമ്മുടെ ആ മക്കളൊക്കെ വലിയ ആൾക്കാരൊക്കെ പോയി. ഗോമതി ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിക്കണം, മക്കളെ ഒന്നും ഇനി പ്രതീക്ഷിക്കരുത് ഗോമതി എന്നൊക്കെ പറയുക. ബാലേട്ട ഇങ്ങനെ തകരല്ലേ, അവൻ അങ്ങനെ ആയിന്ന് വെച്ച് എല്ലാവരെയും കുറ്റപ്പെടുത്തല്ലേ ബാലേട്ട എന്നും പറഞ്ഞിട്ട് ഗോമതി ബാലൻ്റെ കൈ പിടിച്ചു. പക്ഷേ ബാലൻ ആ കൈ വിടുവിച്ചിട്ട് കടയിലേക്ക് പോവുകയാണ്. ഗോമതിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഗോമതിക്ക് ലോകവും ജീവനും എന്നൊക്കെ പറയുന്നത് ഈ ബാലൻ തന്നെയാണ്. ആ റോഡിലൂടെ നടന്നകന്ന് പോകുന്ന ബാലനെ നോക്കി ചങ്ക് പൊട്ടി ഗോമതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഗോമതി മാത്രമല്ല, എല്ലാവരും. എന്തായാലും ബാലൻ നേരെ ഗോമതി സ്റ്റോഴ്സിലേക്ക് എത്തി. അപ്പോഴേക്കും ഓരോരുത്തർ വഴിയിൽ കണ്ട് ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി, ബാലേട്ടൻ്റെ മോനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നോ? ഞാനൊരിക്കലും വിചാരിച്ചില്ല, അങ്ങനെയൊന്നും വിചാരിച്ചില്ല ബാലേട്ടാ. എന്നാലും എത്ര അനുസരണ വരച്ച പിള്ളേരാ. ആകാശ് ഇങ്ങനെ ഒരു തോന്നിയാസം കാണിക്കുന്നത് ഞാൻ കരുതിയില്ല. ഇങ്ങനെ ഓരോരുത്തർ എൻ്റെ ബാലേട്ടാ, മക്കളെ കണ്ടും മാമ്പു കണ്ടും മോഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ ചിരിക്കുക. അപ്പോഴേക്കും രാമേട്ടൻ ചോദിച്ചു, ബാലൻ്റെ മോനൊരു പെണ്ണ് കിട്ടിയതിന് ഇതിനും മാത്രം ചിരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതുങ്ങൾ ഓടിച്ചു വിടുകയാണ്. രണ്ട് മനുഷ്യരുണ്ടായിരുന്നു, അവർ ഓടിച്ചു വിടുകയാണ്. എന്തായാലും ബാലൻ ഗോമതി സ്റ്റോഴ്സിൻ്റെ കസേരയിൽ വന്നിങ്ങനെ ഇരിക്കുക. രാമേട്ടന് മാത്രമേ ബാലൻ്റെ ആ മനസ്സ് മനസ്സിലാവുള്ളൂ. ആനന്ദ് അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ വന്നിങ്ങനെ ഇരിക്കുന്നതും സങ്കടപ്പെടുന്നതൊക്കെ ആനന്ദ് കാണുക. ആനന്ദ് വന്നിട്ട് അച്ഛൻ്റെ അരികിലേക്ക് വന്നിട്ട്, അച്ഛാ സങ്കടപ്പെടല്ലേ, അപ്പോൾ നീ എന്തിനാ മോനെ ലീവ് അടിച്ചത്? നീ ചെല്ല അച്ഛാ, ഞാൻ പൊക്കോ മോനെ, നീ ചെല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെല്ല. എനിക്ക് മക്കളെ വളർത്താൻ അറിയത്തില്ലടാ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയത് എന്നും പറഞ്ഞ് ബാലൻ കരച്ചില്ല. അല്ലെങ്കിലും അച്ഛന്മാർ വളർത്തിയാൽ ശരിയാവില്ല. അച്ഛൻ വളർത്തിയാൽ ഇതുപോലെ അച്ഛന്മാർ പൊതുവഴിയിൽ നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥ വരും. നീ എന്തിനാടാ ഇവിടെ നിൽക്കുന്നത്? നീ പൊക്കോ, ചെല്ല. ആനന്ദ് പറഞ്ഞില്ല, അച്ഛാ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല അച്ഛാ, എനിക്ക് പോകണ്ട. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി നേരം ഒറ്റയ്ക്ക് ഇരിക്കണം, ഒറ്റയ്ക്ക് ഇവിടെ വരെ എത്തിയ ആളാണ് ഞാൻ, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. എന്നെ എൻ്റെ മക്കൾ തോപ്പിച്ചു, അതാ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിൽ. ആനന്ദി എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് അവനും കരയാണ്. അച്ഛൻ കരയല്ലേ അച്ഛ, ഇങ്ങനെ അവനോട് ക്ഷമിക്കച്ചാ, പറ്റിപ്പോയില്ലേ അച്ഛാ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അച്ഛാ എന്നും പറഞ്ഞിട്ട് ആനന്ദിൻ്റെ നെഞ്ചിക്കിടന്ന് ബാലൻ പൊട്ടിക്കരയാണ്. രാമേട്ടൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരെയും വിറപ്പിച്ച് നടക്കുന്ന ബാലേട്ടൻ പാവം ഇത്ര ഉള്ളായിരുന്നു. എന്തായാലും ബാലേട്ടൻ്റെ കണ്ണീര് രാമേട്ടൻ്റെ കണ്ണിലും കണ്ണീര് വളർത്തുകയാണ്. എന്തായാലും അനുജ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. വീട്ടിൽ നിന്ന് വിളിച്ചു തുടങ്ങി, കൊച്ചു കരച്ചിലാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അനു ചോദിച്ചു, ചേച്ചി പോവുകയാണോ? പോവാ. എന്തായാലും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊച്ചിനെ കൊണ്ട് വരാൻ പറഞ്ഞിട്ട് വരില്ല എന്നാണ് ചേട്ടൻ പറയണത്. കൊന്നാലും ഇങ്ങോട്ടേക്ക് വരില്ല. അമ്മയുടെ അച്ഛൻ്റെ ഈ അവസ്ഥ കാണാൻ വയ്യ എന്നാണ് പറയണത്. ഞാനൊരു കാര്യം പറയാം, നീ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ അനുജ ചോദിച്ചു, എന്താ? ആകാശിന് അവൾ കൈവശം കൊടുത്തതാ, ഉറപ്പാ. അപ്പോഴേക്കും അനു ചോദിച്ചു, എന്ത് കൊടുത്തെന്ന്? കൈവശം കൊടുത്തതാ. ആഹാരത്തിലോ വെള്ളത്തിലോ ചേർത്ത് കൊടുത്തു കാണും. കൈവശം അകത്തു പോയാൽ തീർന്നു എന്ന് കൂട്ടിയാൽ മതി. പിന്നെ കുടിച്ച ആൾ കൊടുത്ത ആളെ വിട്ട് പോവത്തേയില്ല. അപ്പോൾ അനു പറഞ്ഞു, എൻ്റെ പൊന്നു പോയിച്ചൊന്ന് വെറുതെ പോയേ,
അപ്പം ഞാൻ സത്യം പറഞ്ഞതാ. എടീ നിൻ്റെ കമ്മൽ പുതിയതാണോടീ? അച്ഛൻ മേടിച്ച് തന്നതല്ലേ, ഞാൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നി ചേച്ചിക്ക് വീട്ടിൽ ഓരോ പ്രശ്നം നടക്കുമ്പോൾ ഈ കമ്മലാണോ പ്രധാനം? അപ്പോഴേക്കും മീനാക്ഷി വന്നു അനുവിൻ്റെ അടുത്തേക്ക്. ഹലോ, അനുജയുടെ അടുത്തേക്ക്. ഹലോ എന്ന് എന്താ പറയുക, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വന്നതാണ് മീനാക്ഷി. ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഹലോ അല്ല കേട്ടോ, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഒരു എക്സാജറേറ്റ് ചെയ്തങ്ങ് പറഞ്ഞു പോയതാ. മീനാക്ഷി ഹലോ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അനുജ ഒന്നും അറിയാത്ത മട്ടില്ല അനുവിനോട് ഞാൻ പോവാന്നാൽ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോകുന്നുവെന്ന് കരുതി ആരും സന്തോഷിക്കൊന്നും വേണ്ട, ഞാൻ രാവിലെ ഒരു വരവ് വരും എന്നും പറഞ്ഞിട്ട് അനുജ ഒരൊറ്റ പോക്ക്. ചേച്ചി നാളെ രാവിലെ വരുമോ? അപ്പോൾ അനു പറഞ്ഞു എനിക്കറിയില്ല. അല്ല ചേച്ചി അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോഴേക്കും ഇതൊക്കെ കണ്ടുകൊണ്ട് ഗോമതി, അനുശ്രീ എന്താടി ഇവിടെ, പോയി നിൻ്റെ കാര്യം നോക്കുക എന്ന് പറഞ്ഞ് അനുവിനെ മിണ്ടാൻ പോലും സമ്മതിക്കുന്നില്ല മീനാക്ഷിയെ. എന്നിട്ട് ഗോമതി മീനാക്ഷിയെ നോക്കി പേടിപ്പിച്ചിട്ട് അങ്ങ് പോവാം. മീനാക്ഷി ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതേ സമയം ആര്യൻ്റെ കൂട്ടുകാരും ആര്യനും കൂടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സന്തോഷത്തോട് കൂടിയിട്ടല്ല, ആര്യനെ പുറത്താക്കി വരും അറിഞ്ഞിട്ട് ഇവൻ്റെ അച്ഛൻ എന്താ ഇങ്ങനെയെന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. നമുക്ക് ശരിയെന്ന് തോന്നുന്നു, അയാൾക്ക് തെറ്റാം. ആര്യ നീ ഇങ്ങനെ കിടന്നിട്ടൊരു കാര്യമില്ല, നീ എഴുന്നേക്ക്, നമുക്ക് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിക്കാം. സംസാരിക്കാൻ ചെന്നിട്ട് വേണം ചോറിലെടുത്ത് നിൻ്റെയൊക്കെ പുറം പൊളയ്ക്കാനായിട്ട്. എടാ തെറ്റ് ചെയ്ത് നിൻ്റെ ചേട്ടനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് നിന്നെ ഇറക്കി വിട്ടത് എവിടത്തെ മര്യാദയാടാ? അതാണ് എൻ്റെ അച്ഛൻ്റെ ന്യായം, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ ന്യായം. ഇനി റോഡിൽ കിടന്നാരെങ്കിലും വഴക്കുണ്ടാക്കിയാൽ ഞാൻ അതിലെ പോയാൽ മതി. അപ്പോഴേ അച്ഛൻ പറയും ഞാനാണ് അടിയുണ്ടാക്കിയതെന്ന്. അതാണ് അച്ഛൻ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് തോറ്റാൽ പറയും എൻ്റെ കൂടെ നടന്നിട്ടാന്ന്. എന്തായാലും ഏട്ടൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്. ഞാനാണ് വഴി തെറ്റിച്ചതും കല്യാണം കഴിപ്പിച്ചതെന്നൊക്കെ അച്ഛൻ്റെ ധാരണ. നമുക്ക് ആ ധാരണ തിരുത്തണ്ടേ? അതിനേക്കാൾ നല്ലത് ഞാൻ നാട് വിട്ട് പോകുന്നതാണ്. അപ്പം നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിൽ നിനക്കൊരു വിഷമവും ഇല്ലേ? വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ ഏട്ടനെയും ചേച്ചിയെ അച്ഛൻ സ്വീകരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എന്തായാലും നീ ഇങ്ങനെ വഴി നിൽക്കുകയൊന്നും വേണ്ട, നീ എൻ്റെ വീട്ടിലേക്ക് വാ, ബാക്കി നമുക്ക് പിന്നീട് ആലോചിക്കാം. അത് ശരിയാവില്ലടാ, നിങ്ങൾ പൊക്കോ. എടാ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീ എത്രയോ സഹായങ്ങൾ ചെയ്തിരിക്കുന്നു, ഇതെങ്കിലും ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് ചെയ്യണ്ടേ? ഈ സമയത്താണ് ആകാശും ധർമ്മനും കൂടി ഇവർ അന്വേഷിച്ച് വരുന്നത്. ബൈക്കിൽ വന്നു. ദേടാ അവെന്നും പറഞ്ഞ് ധർമ്മനും ആകാശും കൂടെ വണ്ടി നിർത്തിയിട്ട് ഓടി ഇറങ്ങി വരികയാണ് ഇവൻ്റെ അരികിലേക്ക്. എടാ ആര്യാന്നും പറഞ്ഞിട്ട് ആകാശ് വന്ന് കാലെ പിടിക്കുന്നു, കരയുന്നു. ഏട്ടൻ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എനിക്കെന്തെങ്കിലും സംഭവിച്ചോ? വെറുതെ കരയേണ്ട കാര്യമില്ലല്ലോ, എന്നോട് ക്ഷമിക്കടാ മീനാക്ഷിയെ. എന്തായാലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങളെയും കൂടെ അവിടെ നിന്ന് ചാടിച്ചേനെ. ഒന്നും പറയാതിരുന്നത് മിണ്ടാതായി. അപ്പോഴേക്കും നമ്മുടെ ധർമ്മൻ പറഞ്ഞു, അത്ര ദുഷ്ടനൊന്നും അല്ല എൻ്റെ അളിയൻ. ആ പെണ്ണിനെ വീട്ടുമുറ്റത്ത് നിർത്തി കരയിക്കുകയൊന്നും ഇല്ല. ഏതോ പ്രോഗ്രാമിന് പോയിട്ട് ഉടനെ വരാമെന്നും പറഞ്ഞു പോയ മകൻ ഒരു പെണ്ണിനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഏതപ്പനാടാ ക്ഷമിക്കുന്നത്? എന്തായാലും നിൻ്റെ അപ്പനെ അങ്ങനെയൊക്കെ കാണിച്ചു, പക്ഷേ എപ്പോഴും നിങ്ങളുടെ അപ്പനെ അങ്ങനെയാണെന്ന് കരുതരുത്. ബാലേട്ടനെ തെറ്റിദ്ധരിക്കരുത്. അളിയൻ്റെ തെറ്റല്ല, നിങ്ങളുടെ തെറ്റ് തന്നെയാണ്. സംഭവിച്ചു പോയത് പോയി. ഇനിയിപ്പോൾ എന്താ പ്ലാൻ എന്ന് പറ. നീ കലിങ്കലിരുന്ന് ജീവിക്കാനാണോ തീരുമാനം? അപ്പം കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരാൻ പറഞ്ഞതാണ്. അപ്പോൾ ആകാശ് പറഞ്ഞു എന്തായാലും നമുക്ക് അച്ഛനെ പോയി കണ്ട് സംസാരിക്കാം, വീട്ടിലേക്ക് പോകാം. അയ്യോ അതൊന്നും ഇനി അങ്ങോട്ടേക്ക് ചെന്നിട്ട് കാര്യമില്ല, അളിയൻ തന്നെ മനസ്സ് വെച്ച് ഇങ്ങോട്ടേക്ക് വരണം, അല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. വേറെ ആരെങ്കിലും കയറി ഇടപെട്ടാൽ വഷളാവുള്ളൂ. ഏതായാലും അളിയൻ്റെ ദേഷ്യം മാറാൻ 2 ദിവസം എടുക്കും. നീ അതുവരെ രാമേട്ടൻ്റെ വീട്ടിൽ പോയി നിൽക്കുക. അത് അച്ഛനറിഞ്ഞാൽ കുഴപ്പമാവൂലേ? അതൊക്കെ രാമേട്ടൻ നോക്കിക്കോളും. എന്തായാലും ആര്യനാണെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആകാശ് പറഞ്ഞു ഞാനും പോകുന്നില്ല വീട്ടിലേക്ക്, നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല, ഞാൻ എങ്ങനെ സമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങും എന്നും പറഞ്ഞ് ആകാശ് കരച്ചിലാണ്. ആകാശിനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ ആര്യന്. ഗോമതിയാണെങ്കിൽ ആകെ ഓരോന്നോർത്ത് കരഞ്ഞ് വീടിൻ്റെ പുറകുവശത്ത് ഒരു അരത്തണ്ട പോലെ ഇതുണ്ട്, സ്റ്റെപ്പുണ്ട്, അതിൻ്റെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും മതിലിൻ്റെ അവിടെ അമ്മ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. മോളെ അമ്മ അങ്ങോട്ടേക്ക് വിളിച്ചു. അവൾ ഓടി ചെന്നു കേട്ടോ. കരയല്ലേ മോളെ, ഇങ്ങനെ കരയാനും മാത്രം എന്താ ഉണ്ടായത്? ആരൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ അമ്മ സങ്കടം വരുമ്പോൾ ചേർത്ത് പിടിക്കാൻ ആശ്വസിപ്പിക്കാൻ അമ്മയുള്ളതുപോലെ മറ്റാരും ആകത്തില്ല, എൻ്റെ അമ്മ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ വീണ്ടും കരയുക.
അപ്പോഴേക്കും അവൻ അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് പഠിച്ച് ജോലിയുള്ളൊരു പെണ്ണിനെയല്ലേ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. അതോർത്ത് എൻ്റെ മോള് സമാധാനിക്കുക. നിങ്ങൾ ആലോചിച്ച പോലെ ഒരു കല്യാണം നടന്നില്ലല്ലോ എന്ന് കരുതി അവൻ ചെയ്തത് തെറ്റാണെന്നൊന്നും വിധിക്കരുത്. അവൻ ചെയ്തതിൽ ന്യായമുണ്ട്. പക്ഷേ 28 വർഷം മുമ്പ് ആ തെറ്റ് ചെയ്തവർ തന്നെയല്ലേ നിങ്ങൾ, നീയും ബാലനും എന്നൊക്കെ ചോദിച്ച് ഗോമതിയുടെ അമ്മ ചോദിച്ച് സങ്കടപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോമതി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അമ്മേ, കാലചക്രം തിരിഞ്ഞ് കറങ്ങിയെന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഏതായാലും അമ്മയ്ക്കും ഏട്ടന്മാർക്കും സന്തോഷമായി കാണൂല്ലേ? ഞങ്ങൾ സങ്കടപ്പെടുമല്ലേ? എന്തായാലും എനിക്ക് ഈ ശിക്ഷ തിരിച്ച് കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ എല്ലാത്തിനെയും തെറ്റാ നോക്ക് കാണിയെന്ന ശീലം ഒന്ന് അവസാനിപ്പിക്കേണ്ട മോളെ. ദേ, ഈ അമ്മയ്ക്ക് ഒരു സന്തോഷവും ഇല്ല. നിൻ്റെ സങ്കടത്തിൽ ആനന്ദിക്കുന്നവരാണോ ഞങ്ങൾ? അപ്പോൾ ഗോമതി പറഞ്ഞു, ചിലപ്പോൾ അമ്മ അങ്ങനെ ആയിരിക്കില്ല, പക്ഷേ ഏട്ടന്മാർ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ തയ്യാറെടുക്കുമായിരിക്കും അല്ലേ? മോള് സമാധാനമായിട്ടിരിക്കുക. എന്തായാലും എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതിയാൽ മതി. എല്ലാം ശരിയാകും. എൻ്റെ മോള് ആ പെങ്കൊച്ചിനെ സങ്കടപ്പെടുത്താതിരുന്നാൽ മതി. സത്യത്തിൽ പറഞ്ഞാലേ ഈ കച്ചവടം ലാഭമാണ്. അങ്ങനെ ചിന്തിക്കുക. നഷ്ടമാകാതെ നോക്കേണ്ടത് നീയാണ്. എന്തായാലും ഗോമതി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഗോമതിയുടെ അമ്മ കയറി പോയി കേട്ടോ. ഗോമതിയുടെ അമ്മ പറഞ്ഞൊക്കെ ഗോമതിക്ക് ഏകദേശം മനസ്സിലാവുകയൊക്കെ ചെയ്തു. പിന്നെ കാണിക്കുന്നത് ആര്യൻ രാമേട്ടൻ്റെ പുറയിൽ ഇങ്ങനെ കിടക്കുകയാണ്. പാവം വിഷമിച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞ് രാമേട്ടൻ വരികയാണ്. അപ്പോൾ ആര്യൻ ഇങ്ങനെ കിടക്കുകയാണല്ലോ. ആര്യന് 2 തോണ്ടി, ആര്യാന്ന് വിളിച്ചെന്നിട്ട് കേട്ടില്ല, 2 തോണ്ടി വിളിച്ചു. പാവം വിഷമിച്ച് സങ്കടപ്പെട്ട് കിടന്നതാണോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഈ രാമേട്ടൻ വിളിക്കുന്നത്. ഈ രാമേട്ടനെ എന്താ നശിപ്പിച്ചില്ലേ? ബ്ലൂടൂത്ത് ഞാൻ പാട്ട് കേട്ടുകൊണ്ട് കിടക്കുമായിരുന്നേ. അയ്യോ, അപ്പം ദുഃഖഗാനം കേൾക്കുമായിരുന്നോ? എന്തോന്ന് ദുഃഖഗാനം? എന്തിന്? ദേ, സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് പൊട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പോഴേക്കും ആരെങ്കിലും ദുഃഖഗാനം കേൾക്കുമോ? നല്ല അടിപൊളി പാട്ടാണ് കേട്ടോ നോക്ക് എന്നും പറഞ്ഞ് രാമേട്ടൻ്റെ ചെവിയിലേക്ക് ബ്ലൂടൂത്ത് വെച്ചപ്പോൾ രാമേട്ടന് തൊള്ളാൻ തോന്നി കേട്ടോ. അപ്പോൾ ആരും നിന്ന് ചിരിക്കുക. കൊള്ളല്ലോടാ എന്നും പറഞ്ഞ് രാമേട്ടൻ. പാട്ടൊക്കെ കൊള്ളാം, പക്ഷെ ആ വീട്ടിലെല്ലാവരും ദുഃഖിച്ചിരിക്കുമ്പോൾ നീ എവിടെ പാട്ടും കേട്ട് കിടക്കുകയാണോ? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ രാമേട്ട, എൻ്റെ ജീവിതത്തിലെ സുവർണകാലം തുടങ്ങാൻ പോവല്ലേ. ഇന്നലെ വരെ ഞാൻ അടിമയായിരുന്നു. രാമേട്ടൻ്റെ ആ ബാലൻ അദ്ദേഹത്തിൻ്റെ അടിമ. കറക്റ്റ്, നല്ല അടിമ. എന്നും അടിമ നിന്ന അടി മാത്രം. ഇന്ന് ഞാൻ സ്വതന്ത്രന എന്നൊക്കെ ആര്യ. അപ്പോഴേക്കും രാമനേട്ടനാകെ സങ്കടമായി. ബാലൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു മോനെ. സ്വന്തം അന്വേഷിച്ച് കണ്ടുപിടിച്ച് മക്കളെ കല്യാണം നടത്തണമെന്ന്. പക്ഷേ ആകാശേട്ടന് വന്ന പെൺകുട്ടി നല്ല പെൺകുട്ടിയല്ലേ രാമേട്ടാ? പിന്നെ എന്തിനാ? അച്ഛൻ അന്വേഷിച്ചാലും ഇതുപോലെ ഒരാളെ കിട്ടില്ലായിരുന്നല്ലോ. എടാ നോക്കടാ, നീ ഇവിടെ നിൽക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ബാലേട്ടാ, ഞാൻ തിരിച്ചു പോകുന്നതാണ് ശരിയെന്നല്ലേ? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഞാൻ പോകത്തില്ല. എന്തായാലും എനിക്ക് അവിടെ കാണാനുള്ളത് അമ്മയെ കാണണം, ധർമ്മൻ മാമ കാണണം, അനുശ്രീയം കാണണം. അപ്പോൾ നിനക്ക് ബാലനെ കാണണ്ടേ? നിനക്ക് നിൻ്റെ അച്ഛനെ കാണണമെന്ന് തോന്നുന്നില്ലേ? അപ്പോഴേക്കും ആര്യനൊന്നും മിണ്ടുന്നില്ല. ആര്യൻ പെട്ടെന്ന് വിഷയം മാറ്റി. ഇത് ഫുഡാണോ രാമേട്ടാ? നമുക്ക് 2 പേർക്കുള്ള ദോശയും വടയാ. അയ്യേ, ഒരു ദോശയും വട എന്നും പറഞ്ഞിട്ട് അവൻ്റെ ഫുഡ് എടുത്തു. ദേ, അറബിക്ക്, ചൈനീസ് എല്ലാം ഉണ്ട്. രാമേട്ടൻ പോയി കൈയിട്ട് വാ എന്നും പറഞ്ഞ് അടുത്തെടുത്തു ഇവൻ. ഇന്ന് എൻ്റെ വക നമ്മളിന്ന് പൊളിക്കും, ചെല്ല് എന്നും പറഞ്ഞ് രാമൻ ഏട്ടനോട് കൈ കഴുകാൻ പറഞ്ഞു. അങ്ങനെ രാമേട്ടൻ കൈയൊക്കെ കഴുകിയിട്ട് വന്നു. പിന്നെ കാണിക്കുന്നത് മീനാക്ഷിയും ആകാശും കൂടെ വീട്ടിലിങ്ങനെ നിൽക്കുകയാണ്. ബാലൻ വന്നു വൈകിട്ട്, ആനന്ദം കൊണ്ട് കൂടെ. മീനാക്ഷി ആ വേഷം പോലും മാറിയിട്ടില്ലാത്തൊരവസ്ഥയിലാണ്. 2 പേരും അങ്ങനെ തന്നെ ഇങ്ങനെ നിൽക്കുക. ഇവരിവിടെ ഉണ്ടെന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല. ബാലൻ വന്നപ്പോഴേക്കും ഗോമതി ഭക്ഷണം എടുക്കുക. ഗോമതി ഭക്ഷണം എടുക്കുന്ന ബാലൻ പറഞ്ഞു. അപ്പോൾ അനു അന്തം വിട്ടിങ്ങനെ നോക്കുക. എന്താ നോക്കുന്നത്? ഭക്ഷണം എടുക്കുക. ദേവമംഗലത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല, എന്നത്തെ പോലെ കാര്യങ്ങൾ നടക്കും, ഞാൻ കൈ കഴുകിയിട്ട് വരാം എന്നും പറഞ്ഞു ബാലൻ കൈ കഴുകാൻ പോയി. ഗോമതി ഫുഡ് എടുക്കാൻ പോയി. അപ്പോൾ ധർമ്മൻ പറഞ്ഞു, ഇപ്പോഴാണ് കാര്യങ്ങൾ ഉഷാറായത്. ഗ്രഹനാഥൻ വീണാലേ വീടേ വീണ് പോകും. ഇന്ന് ആർക്കും ആഹാരം വേണ്ടാന്ന് പേടിച്ചിരിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ധർമ്മൻ പറഞ്ഞു, എന്തൊരു വിശപ്പ്, വാ കഴിക്കാം. ആനന്ദാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുക. എന്താടാ നീ കഴിക്കുന്നില്ലേ? കഴിക്കുക അച്ഛാ എന്നും പറഞ്ഞ് ആനന്ദ് അച്ഛൻ്റെ പുറകെ പോവാണ്. അങ്ങനെ എല്ലാവരും ഇരുന്നു. മീനാക്ഷി ആകാശം ഇങ്ങനെ നോക്കുകുത്തികളെ പോലെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പം ധർമ്മനോട് ബാലൻ ചോദിച്ചു, നീ ഇരിക്കുന്നില്ലേ? അത് കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നില്ലേ എന്നും പറഞ്ഞ് ചാടിയിരുന്നു. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഫുഡൊക്കെ വിളമ്പി ബാലന് കഴിക്കാൻ കൊടുത്തു. ബാലൻ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ കഴിക്കാനായിട്ട് പറ്റുന്നില്ല. അനു പറഞ്ഞു, കഴിക്കച്ചാ. ബാലൻ ചോറിനകത്തേക്ക് കൈയിട്ട് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ ചോറ് കഴിച്ചില്ല, പതുക്കെ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുക കഴിക്കാതെ. ചോറിൻ്റെ മുമ്പിൽ ഇരുന്നു, കൈയിട്ടിളക്കി എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. എന്തായാലും ബാലൻ്റെ ഉള്ളിൽ എത്ര ഒളിച്ചു വെച്ചാലും ഒളിക്കാനാവാത്തൊരു സങ്കടം ഉണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. മീനാക്ഷി ആകാശം ഒക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി യു അഗെയിൻ. താങ്ക് യു.